ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. ഹൃദയംഗവുമായ സുപ്രഭാത ആശംസകളോടെ ഇന്നത്തെ പ്രഭാത തീർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. ഓരോ ദിവസവും കാലത്ത് എഴുന്നേറ്റാൽ നമുക്ക് അണിയേണ്ട അന്നത്തെ വേഷങ്ങൾ, അഭിനയിക്കേണ്ട പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടതായിട്ട് വരും. വേഷങ്ങൾ ഏതൊക്കെ കെട്ടിയാടിയാലും, ഏതൊക്കെ കഥാപാത്രങ്ങളായി നാം അഭിനയിച്ചാലും, അതിനൊക്കെ അപ്പുറത്ത് നമുക്ക് നമ്മുടേതായ പ്രകൃതം, നമ്മുടേതായ സ്വരൂപം, സ്വഭാവം, അതിനെക്കുറിച്ച് ആലോചന ഉണ്ടാവണം. അത്തരത്തിലുള്ള ഒരു ആലോചന സന്നദ്ധതയ്ക്ക് ആത്മബോധ അന്വേഷണം എന്ന് പറയാം. ശങ്കര ഭഗവത്പാദർ ആത്മബോധം ഉണ്ടാവുന്നതിനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നു, അതിനു വേണ്ടുന്ന മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആത്മബോധം കഴിഞ്ഞ ദിവസങ്ങളിലായി കർത്തൃത്വബോധം, ഭോക്തൃത്വബോധം, ഒപ്പം രാഗം, ദ്വേഷം തുടങ്ങി അനേക വികാരങ്ങൾ, ഇതൊക്കെ ആത്മാവിൽ ആരോപിക്കപ്പെട്ടതാണ്, വാസ്തവത്തിൽ ആത്മാവിൻ്റെ പ്രകൃതമല്ല എന്ന് നിഷേധിക്കുകയുണ്ടായി. ഗംഭീരങ്ങളായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളുടെ സഹായത്താൽ ജലഗത ചന്ദ്രനിൽ ജലത്തിന്റെ ദോഷങ്ങൾ ബാധിക്കുന്നത് പോലെ മാത്രമേ ജീവാത്മാവിനെ കർത്തൃത്വ ബുദ്ധിയും ഭോക്തൃത്വ ബുദ്ധിയും ഒക്കെ ബാധിക്കുന്നുള്ളൂ. ജീവാത്മാവ് അതിൻ്റെ സ്വരൂപത്തിൽ പരമാത്മാവാകുന്നു. ആകാശത്തിൽ പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലെയാകുന്നു എന്നിങ്ങനെയൊക്കെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആത്മാവിൻ്റെ സ്വഭാവം എന്താണ്, ഈ വിഷയത്തെക്കുറിച്ച് ഭഗവത്പാദർ നൽകുന്ന മാർഗദർശനത്തെ നമുക്ക് ധ്യാനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം. പ്രകാശോർക്കസ്യ തോയസ്യ ശൈത്യം അഗ്നേര്യധോഷ്ണത സ്വഭാവ സച്ചിദാനന്ദ നിത്യനിർമ്മലതാത്മനഃ. ആത്മനഃ സ്വഭാവം, ആത്മാവിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് 24-ാമത്തെ ശ്ലോകത്തിൽ നാം കാണുന്നത്. എന്താണ് ആത്മാവിന്റെ പ്രകൃതം, സ്വഭാവം? പ്രകൃതം, സ്വഭാവം ഇത്യാദി വാക്കുകൾക്കൊക്കെ അതിൻ്റെതായ പരിമിതിയുണ്ട്. സാങ്കേതികമായ വിശകലനത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. നമുക്ക് വാഗർത്ഥം മനസ്സിലാവുന്ന ഭാഷയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിക്കാൻ, മനനം ചെയ്യാൻ, ധ്യാനിക്കാൻ ശ്രദ്ധയുണ്ടാവട്ടെ. പ്രകാശോ അർക്കസ്യ തോയസ്യ ശൈത്യം അഗ്നേഹേ യഥാ ഉഷ്ണത. യഥാ എപ്രകാരമാണോ അർക്കസ്യ പ്രകാശം, സൂര്യന്റെ പ്രകൃതം, സ്വഭാവം പ്രകാശമാവുന്നത്, അതുപോലെ തന്നെ ശൈത്യം ശീത സ്വഭാവമാണ് തോയസ്യ ജലത്തിന്, അഗ്നിക്കാകട്ടെ ഉഷ്ണം. സൂര്യൻ പ്രകാശം തന്നെയാണ്, അഗ്നിയാകട്ടെ തണുത്ത് മരവിച്ചൊരഗ്നി സങ്കല്പിക്കാൻ പറ്റില്ല. അഗ്നി എന്നത് ചൂടാണ്. ജലത്തിൻ്റെ സ്വഭാവം ശൈത്യമാണ്, ചൂടുവെള്ളം ചൂടാക്കുന്നതുകൊണ്ടാണ് ചൂടാവുന്നത്. ഇതുപോലെ ആത്മാവിൻ്റെ സ്വഭാവം, ആത്മാവ് സച്ചിദാനന്ദമാകുന്നു. സ്വഭാവ സച്ചിദാനന്ദ നിത്യനിർമ്മലതാത്മനഃ. നിത്യതയും നിർമ്മലതയും. സത്ത് എന്നത് പരിശുദ്ധമായ ഉണ്മയെ സൂചിപ്പിക്കുന്ന പദമാണ്. ഈ പ്രപഞ്ച വൈവിധ്യങ്ങളൊക്കെ മിഥ്യയാണെന്നും മായയാണെന്നും സ്വപ്ന തുല്യമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അടിസ്ഥാനപരമായ ഒരു ഉണ്മയുണ്ട്. ആ ഉണ്മ ആത്മാവാകും. ചിത്ത് എന്നത് ജ്ഞാനത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. അറിവ് ആത്മാവിൻ്റെ സ്വഭാവമാണ്. ഇതുപോലെ തന്നെ ആനന്ദം. ഈ വിഷയം ചിന്തനത്തിന് വിനിയോഗിക്കുന്ന സമയത്ത് നിലനിൽപ്പിനെ സംബന്ധിച്ച് എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ നശിച്ചു പോകരുത് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അറിയാനുള്ള കൗതുകം, എത്ര നിസ്സാര വിഷയങ്ങളെക്കുറിച്ചായാലും ശരി, നമ്മിൽ എല്ലാവരിലുമുണ്ട്.
എന്തറിഞ്ഞാലും അതിന് തൃപ്തി ഉണ്ടാവണില്ല. ഇതുപോലെ തന്നെ ആനന്ദം, സുഖം, അതിനു വേണ്ടിയുള്ള ആവേശം, അതാണല്ലോ നമ്മെ ജീവിതത്തിൽ നയിക്കുന്നത് തന്നെ. സുഖം കിട്ടണം, ശാന്തി കിട്ടണം. ഈ ശാന്തിയും സുഖവും ഒക്കെ നമ്മുടെ സ്വഭാവമാണ് എന്ന് ഋഷി പറഞ്ഞു തരുന്നു. ശങ്കര ഭഗവത്പാദർ അതിനെ തന്നെ എടുത്തു പറയുന്നു. സച്ചിദംശശ്ച, നിത്യ നിർമ്മലത. ആത്മാ നിത്യമാകുന്നു, നിർമ്മലമാകുന്നു. ഈ രീതിയിൽ അവനവനെക്കുറിച്ച് ആഴത്തിൽ ആലോചിക്കാൻ നമുക്ക് തീരുമാനിക്കാം, ഉത്സാഹിക്കാം. ഹരി ഓം.